ഹലോ, നമുക്കിന്നൊരു ബട്ടർഫ്ലൈ ഡിസൈൻ വരുന്ന ഒരു സെൻറ്റാങ്കിൾ ആർട്ട് വയ്ക്കാം. അതും ഒരു കളർഫുള്ളാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഈ പാറ്റേണിലാണ് വരച്ചെടുക്കുന്നത്. നിങ്ങൾ ഈ പാറ്റേൺ വരക്കുമ്പോഴത്തേക്കും കൂടുതൽ വലുപ്പം വരാത്ത രീതിയിൽ ശ്രദ്ധിച്ച് വേണം എല്ലാവരും വരക്കാം. ഞാനിവിടെ ഒരു പെൻസിൽ കൊണ്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുത്തിട്ടാണ് വരയ്ക്കണത്. എനിക്ക് തെറ്റിപ്പോവും അതുകൊണ്ട്. പിന്നെ മെയിൻ ഐറ്റമായിട്ടുള്ള സ്കെച്ചാണ് എടുക്കുന്നത്. അപ്പോൾ സ്കെച്ചൊക്കെ ഞാനിങ്ങനെ ഈ ഓരോ പാറ്റേണിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഒരു കളർ അവിടെ ഇവിടെ ആയിട്ടുള്ള രീതിയിൽ വേണം ഫില്ല് ചെയ്ത് കൊടുക്കാൻ. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത കളർ എടുത്ത് വേറെ സ്ഥലത്ത് ഫില്ല് ചെയ്ത് കൊടുക്കും. അതും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അടുപ്പിച്ച് വരാത്ത രീതിയിൽ വേണം ഫില്ല് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഫുള്ള് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ അതിനകത്ത് വരച്ചു കൊടുക്കുന്നത്. അതിങ്ങനെ വരച്ചിട്ട് ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ ഫില്ല് ചെയ്ത് ബ്ലാക്ക് കളറിൽ കൊണ്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാറ്റേൺ കണ്ടപ്പോഴത്തേക്കുമാണ് എനിക്ക് ബട്ടർഫ്ലൈനൊക്കെ ഓർമ്മ വന്നത്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഒരു ബട്ടർഫ്ലൈയുടെ തീമിലുള്ളൊരു സെൻറ്റാങ്കിൾ ചെയ്യാമെന്ന്. അപ്പം ഞാൻ ഈ പടത്തിന് ബട്ടർഫ്ലൈ എന്ന് തന്നെയാണ് പേര് വിട്ടേക്കണത്. അപ്പോൾ എല്ലാ കോളത്തിലും നമ്മളങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കണം. പക്ഷേ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വയലറ്റ് കളറ് എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നിങ്ങൾ വരയ്ക്കുന്നുണ്ടെങ്കിൽ ഈ വയലറ്റ് കളറ് നമുക്ക് എടുക്കണ്ട. കാരണം അതിനകത്ത് ബ്ലാക്ക് കൊണ്ട് വരച്ചിട്ടുണ്ടെങ്കിൽ അധികം അങ്ങോട്ട് ബ്രൈറ്റായിട്ട് നിൽക്കാത്ത പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് അത് എടുക്കാതെ നിങ്ങൾ വരച്ച് നോക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, Please ബൈ. like and subscribe.